ഹലോ സ്റ്റുഡൻസ്, SSLC പബ്ലിക് എക്സാമിൻ്റെ കേരള പാഠാവലിയുടെ ഒരു മാതൃകാ ചോദ്യപേപ്പറും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെയും കാണണം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് SSLC എക്സാമിനെ ഫേസ് ചെയ്യേണ്ടത് എന്നൊരു ധാരണ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. അതിനു മുമ്പായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓരോ പാഠഭാഗത്തിൻ്റെയും ആശയവും ആസ്വാദനവും അതുപോലെ തന്നെ കവിതകളുടെ വിശദമായിട്ടുള്ള വരികളുടെ വിശകലനവും അതിൽ നിന്ന് വരാവുന്ന ചോദ്യോത്തരങ്ങളും അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് ഓരോ പാഠഭാഗത്തു നിന്നും എങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക എന്നുള്ളതും കൃത്യമായിട്ട് നമ്മൾ എല്ലാ ചാപ്റ്ററിൻ്റെയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും അതൊക്കെ പോയി കാണുക. അതിനുശേഷം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ വിശകലനം ചെയ്യുക. ഇത്തരത്തിലായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഒന്നാമത്തെ പാർട്ട് 1 മുതൽ 4 വരെ ചോദ്യങ്ങളുടെ ശരി ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതാനാണ്. 1 മാർക്കാണ്. അപ്പോൾ 4 ചോദ്യങ്ങളാണുള്ളത്. അപ്പോൾ ഈ ഒരു പാർട്ടിൽ 4 മാർക്കാണ്. ഒന്നാമത്തെ ചോദ്യം, നിരവലംബം മമ കുടുംബവും ഇനി സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ എന്ന പാഠഭാഗത്ത് നിന്നാണ്. ഈ സന്ദർഭത്തിന് തെളിയുന്നത് ഹംസത്തിൻ്റെ ഏത് സവിശേഷതയാണ്? അപ്പോൾ നടനോട് ഹംസം പറയുന്ന വാക്കുകളാണിത്. അപ്പോൾ ഇതെന്താണ്? എൻ്റെ കുടുംബം ഇനി എന്താണ്? ആരുമില്ലാതെ, അവലംബമില്ലാതെ, ആശ്രയിക്കാൻ ആരുമില്ലാതെ അനാഥമായി തീരുമെന്നാണ് ഹംസം പറയുന്നത്. അപ്പോൾ ഇതിൽ തെളിയുന്ന ഹംസത്തിൻ്റെ സവിശേഷത ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിരറ്റ കുടുംബസ്നേഹം, രാജാവിനോടുള്ള ദേഷ്യം, അവനവനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു, സ്വർണ്ണച്ചിറ കൊണ്ടെന്ന അഹങ്കാരം. ഏതാണ്? അതിരറ്റ കുടുംബസ്നേഹമാണ് അല്ലേ. ഇനി രണ്ടാമത്തെ ചോദ്യം, ചുവടെ ചേർത്ത് എഴുതിയവയിൽ സന്ധിയിൽ ഒരേ തരത്തിലുള്ള മാറ്റം വരുന്ന പദങ്ങൾ ഏതെല്ലാം? ഇവിടെ കൊടുത്തിട്ടുള്ളത് കഥ പ്ലസ് ആണ്, കഥയാണ്. മഴ പ്ലസ് ഇല്ല, മഴയില്ല. വഴി പ്ലസ് വഴിയിൽ. പോയി പ്ലസ് ഇല്ല, പോയില്ല. അപ്പോൾ ഇതിലേതാണ്? ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. 1ഉം 2ഉം, 1ഉം 3ഉം 4ഉം, 1ഉം 2ഉം 3ഉം, 2ഉം 3ഉം 4ഉം. ഏതാണ്? ബി ആണ് ഉത്തരം അല്ലേ. 1ഉം 2ഉം 3ഉമാണ്. അതായത് കഥ പ്ലസ് ആണ്, കഥയാണ്. മഴ പ്ലസ് ഇല്ല, മഴയില്ല. വഴി പ്ലസ് ഇൽ, വഴിയിൽ. ഇതാണ് ഒരേ സന്ധിയിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ സന്ധികളൊക്കെ കൃത്യമായി പഠിക്കുക. ആഗമസന്ധി, ആദേശസന്ധി, ലോപസന്ധി, അങ്ങനെയുള്ള സന്ധികൾ കൃത്യമായിട്ട് പഠിച്ചാലാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കുക. അപ്പോൾ ഞാൻ സന്ധികളെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും കാണുക. ഇനി മൂന്നാമത്തെ ചോദ്യമാണ്, പൊയ്പോയ പരകോടി പുരുഷാന്തരങ്ങൾ തൻ കൽപ്പടവുകൾ കേറി എത്തിയ ഞങ്ങൾ. പ്രയാണം എന്ന കവിതയിലെയാണ്. ഈ വരികളിൽ സൂചിപ്പിക്കുന്നത് എന്താണ്? ഓപ്ഷൻസ്: കൽപ്പടവുകൾ കയറിയതാണ് ഏറ്റവും വലിയ നേട്ടം. പൊയ്പോയ കാലങ്ങളെക്കുറിച്ചുള്ള ദുഃഖം. എല്ലാ നേട്ടങ്ങൾക്കും പിന്നിലും പുരുഷന്മാരാണ്. മാനവ പുരോഗതിയുടെ ചരിത്രം. ഏതാണ്? മാനവ പുരോഗതിയുടെ ചരിത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇനി 4, മെയ്യനങ്ങ വേലകളായിരുന്നു അയ്യങ്കാരുടെ സാഹിത്യ പ്രവർത്തന പരിധിക്കകം. റെസിഡൻ്റ് എഡിറ്റർ എന്ന പാഠഭാഗത്തിലെയാണ്. ഇവിടെ മെയ്യനങ്ങ വേലകൾ എന്ന വാക്ക് അടിവരയിട്ടിട്ടുണ്ട്. അപ്പോൾ അടിവരയിട്ട പ്രയോഗത്തിൽ നിന്ന് അയ്യങ്കാരെക്കുറിച്ച് മനസ്സിലാവുന്ന കാര്യം എന്താണ്? സാമൂഹ്യ പ്രതിബദ്ധതയുടെ ജോലി ചെയ്യുന്നു, ജോലിയിൽ ഒട്ടും ആത്മാർത്ഥതയില്ല, പത്രസ്വാമിയെ ഒട്ടും ഭയമില്ല, നിസ്വാർത്ഥനായി സേവനമനുഷ്ഠിക്കുന്നു. ഏതാണ്? ജോലിയിൽ ഒട്ടും ആത്മാർത്ഥതയില്ല എന്നുള്ളതാണ്. മെയ്യനങ്ങ വേലകൾ എന്ന് പറയുന്നത് മടിയർ ചെയ്യുന്ന വേലകളാണ്. ഇനി അടുത്ത പാർട്ടാണ്. ചുവടെ നൽകിയ ചോദ്യത്തിന് 1, 2, 3 വാക്യത്തിൽ ഉത്തരം എഴുതാനാണ്. 2 മാർക്കാണ് ഒരു ചോദ്യത്തിന്. അപ്പോൾ നമുക്ക് നോക്കാം. അഞ്ചാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻസിൻ്റെ എയും ബിയും. ക്വസ്റ്റ്യൻ എ, അർത്ഥവ്യത്യാസം വരാതെ ലഘുവാക്യങ്ങളാക്കി എഴുതുക. അവധിയുടെ ആഹ്ലാദം അനുഭവിക്കുന്നവരായ ഞാനും അവളും പച്ചക്കറി വാങ്ങാൻ പുറപ്പെട്ടു. അപ്പോൾ ഇതിനെ 2 വാക്യങ്ങളാക്കണം. ഇങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ഒരു വാക്യം തന്നിട്ട് 2 വാക്യങ്ങളാക്കാനോ, അല്ലെങ്കിൽ ഒരു 2-3 വാക്യങ്ങൾ തന്നിട്ട് അത് ഒറ്റ വാക്യമാക്കാനോ, അല്ലെങ്കിൽ കുറേ വാക്യങ്ങൾ തന്നിട്ട് 1 അതിലധികമോ വാക്യങ്ങൾ തന്നിട്ട് അതിനെ ഒറ്റ വാക്യമാക്കാനോ, അല്ലെങ്കിൽ ഒറ്റ വാക്യം തന്നിട്ട് 1-ലധികം വാക്യമാക്കാൻ, ഇങ്ങനെ തിരിച്ചും മറിച്ചും ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഈ വാക്യങ്ങൾ ആക്കുക എന്നുള്ളത് ലഘുവാക്യങ്ങളാക്കാനും ഒറ്റ വാക്യമാക്കാനും കൃത്യമായി പഠിച്ചു വെക്കേണ്ടതാണ്. അത് മനസ്സിലാക്കി ഇരിക്കേണ്ടതാണ്. അപ്പോൾ അവധിയുടെ ആഹ്ലാദം അനുഭവിക്കുന്നവരായി ഞാനും അവളും പച്ചക്കറി വാങ്ങാനായി പുറപ്പെട്ടു. അപ്പം ആദ്യത്തെ വാക്യം, ഞാനും അവളും അവധിയുടെ ആഹ്ലാദം അനുഭവിക്കുന്നവരാണ്. രണ്ടാമത്തെ വാക്യം, ഞങ്ങൾ പച്ചക്കറി വാങ്ങാൻ പുറപ്പെട്ടു. അങ്ങനെ 2 വാക്യങ്ങളാക്കി എഴുതാം.
അല്ലെങ്കിൽ ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഉപ്പ് ചേർന്ന രുചിയുള്ള കടുംചായ നിറമുള്ള കലശ വെള്ളത്തിൻ്റെ മകൾ ആലപ്പുഴ വെള്ളം എന്ന പാഠഭാഗത്തിലെയാണ്. ഇവിടെ കവി ഇപ്രകാരം സ്വയം വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ടാവും? നിങ്ങളുടെ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക. നമുക്കറിയാം ഇവിടെ അനിതാ തമ്പി എന്ന കവയത്രി ആലപ്പുഴ വെള്ളം എന്ന ഈ ഒരു പാഠഭാഗത്ത് പറയുന്നത് എന്താണ്? ആലപ്പുഴയിലെ തൊണ്ട് ചീഞ്ഞളിഞ്ഞ കലശുവെള്ളം അല്ലെങ്കിൽ കലങ്ങിയ വെള്ളത്തിൻ്റെ ദുരിതം അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ്. പക്ഷേ അവർ തിരുവനന്തപുരത്തേക്ക് താമസം മാറ്റിയിട്ടും അവിടുത്തെ വ്യക്തിയായി ജീവിക്കുമ്പോഴും തൻ്റെ കവിതകൾ എഴുതുമ്പോൾ സർഗാത്മകമായിട്ടുള്ള എന്തെങ്കിലും രചനകൾ വരുമ്പോൾ താൻ സ്വയം ആലപ്പുഴയുടെ മകളാണ് എന്ന് തിരിച്ചറിയുകയാണ്. അപ്പോൾ അവിടുത്തെ വെള്ളം എന്നത് കലങ്ങി മറിഞ്ഞതാണ്, അല്ലെങ്കിൽ തൊണ്ട് ചീഞ്ഞ വെള്ളമാണ്, കടുംചായ നിറമുള്ള വെള്ളമാണ്, അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ അംശമുള്ള വെള്ളമാണ്. അപ്പോൾ അവിടുത്തെ മകളാണ് ഞാൻ. അതായത് സ്വയം താൻ പറിച്ച് മാറ്റപ്പെട്ടു വേറൊരു ദേശത്തേക്ക് പോയെങ്കിലും ഇപ്പോഴും അവിടുത്തെ ആലപ്പുഴയുടെ സ്വന്തം മകൾ തന്നെയാണ്. ജന്മം കൊണ്ട് ഞാൻ അവിടുത്തെ കാര്യമാണ്, മനസ്സുകൊണ്ട് അവിടുത്തെ കാര്യമാണ് എന്നാണ് കവി ഇപ്രകാരം സ്വയം വിശേഷിപ്പിക്കുന്നതിന് കാരണം. അപ്പോൾ അതിൻ്റെ കവിതാ പശ്ചാത്തലങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കുക. അതിൻ്റെ ഞാൻ കൃത്യമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ആശയമൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായി ആ വീഡിയോസൊക്കെ കാണുക. ഓക്കെ, ഇനി 6 മുതൽ 9 വരെ ചോദ്യങ്ങൾക്ക് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതാനാണ്. 5 മാർക്കാണ്. 6ാമത്തെ ചോദ്യം, അറിക ഹംസമേ അരുത് പരിദേവിതം വിരസഭാവമില്ല നിന്നിൽ മെയ് പറന്നിച്ചയ്ക്കൊത്ത വഴി ഗച്ച നീ സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ എന്ന പാഠഭാഗത്ത് ഉള്ളതാണ്. നീതിബോധമുള്ള രാജാവാണോ നളൻ? മുകളിൽ നൽകിയ സൂചനകളും പാഠഭാഗവും വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. തീർച്ചയായും നമുക്ക് ഈ ഒരു പാഠഭാഗം വായിക്കുമ്പോൾ മനസ്സിലാവും ഈ അരയന്നത്തെ നളൻ പിടിച്ചത് എന്തുകൊണ്ടാണ്? അതിൻ്റെ ഭംഗി കണ്ടിട്ടാണ്, അല്ലാതെ അതിൻ്റെ സ്വർണ്ണ ചിറക് കണ്ടിട്ടോ സ്വർണത്തിനോടുള്ള അല്ലെങ്കിൽ ധനത്തോടുള്ള മോഹം കൊണ്ടോ അല്ല. ഇതിൻ്റെ ഒരു ഭംഗി കണ്ടിട്ടാണ് നളൻ ഈ ഒരു അരയന്നത്തെ പിടികൂടുന്നതെങ്കിലും അതിൻ്റെ ആ ഒരു വേദനയും കുടുംബത്തെക്കുറിച്ചുള്ള അതിൻ്റെ ഒരു വിഷമവും ഒക്കെ കണ്ടപ്പോൾ തീർച്ചയായും അതിൻ്റെ വഴിക്ക് പറന്ന് പൊക്കോളാൻ എന്ത് ചെയ്യുകയാണ്? നളൻ പറയുകയാണ്. അപ്പോൾ അരുത് ഹംസമേ അരുത് പരിദേവിതം വിരസഭാവമില്ല നിന്നിൽമേ, നിന്നോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല, നിന്നെ ഞാൻ എന്ത് ചെയ്യില്ല, ഉപദ്രവിക്കില്ല. അപ്പോൾ എന്നോട് നിനക്കൊരു വിഷമവും തോന്നരുത്, നിൻ്റെ വഴിക്ക് നീ പറന്നുകൊള്ളൂ, നിൻ്റെ സ്വാതന്ത്ര്യത്തിന് നീ പൊക്കൊള്ളൂ എന്ന് അവസാനം നളൻ അതിനെ പൊക്കോളാൻ പറയുകയാണ്, അതിനെ പറന്നു പൊക്കോളാൻ പറയുകയാണ്. അപ്പോൾ തീർച്ചയായും നീതിബോധമുള്ള രാജാവ് തന്നെയാണ് നളൻ. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ആരാണ് എഴുതിയത്, ഏത് പാഠഭാഗത്തിൽ നിന്നാണ്, എന്താണ് കഥാസന്ദർഭം എന്നൊക്കെ എഴുതി വേണം. 5 മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പോൾ കൃത്യമായി മനസ്സിലാക്കി വേണം ചോദ്യത്തിന് ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നളൻ്റെ കഥാപാത്ര നിരൂപണം, അതുപോലെ തന്നെ ഹംസത്തിൻ്റെ കഥാപാത്ര നിരൂപണം, ഇതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായി അത് മനസ്സിലാക്കി വെക്കുക. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെ തുടർന്ന് വരുന്ന ചോദ്യങ്ങളാണ്. ഓക്കെ, ഇനി 7ാമത്തെ ചോദ്യം, ആദരാലല്ലെങ്കിലും കോരി വിളമ്പിയാൽ സ്വാദില്ല എന്ന് വരുമിനി നിർണയം. കുഞ്ചൻ നമ്പ്യാർ ഇതൊരു ആക്ഷേപഹാസ്യം എന്ന രീതിയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ആദരാലെങ്കിലും കോരി വിളമ്പിയാൽ സ്വാദില്ല എന്ന് വരുമിനി നിർണയം. അതായത് ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആദരത്തോടു കൂടിയാണ്, സ്നേഹത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ ബഹുമാനത്തോടു കൂടിയാണെങ്കിൽ പോലും ഒരുപാട് കോരി വിളമ്പിയാൽ എന്ത് ചെയ്യും? നമുക്ക് സ്വാദില്ല എന്ന് വരും. അതായത് അധികമായാൽ അമൃതം വിഷം എന്ന ഒരു പഴഞ്ചൊല്ലിനെ നമുക്കിതിനോട് കൂട്ടി യോജിപ്പിക്കാവുന്നതാണ്. ഇനി പഞ്ചവർണ്ണ കിളി പെൺകിടാവെ തെളിഞ്ഞെഞ്ചവി രണ്ടും കുളിർക്ക പറകനെ എഴുത്തച്ഛൻ. കവിതകൾക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളെക്കുറിച്ചുള്ള 2 കവികളുടെയും നിരീക്ഷണങ്ങൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ എന്താണ് 2 കവികളും കുഞ്ചൻ നമ്പ്യാരായിക്കൊള്ളട്ടെ എഴുത്തച്ഛനായിക്കൊള്ളട്ടെ ഭാഷയുടെ കാര്യത്തിൽ വളരെയധികം സവിശേഷതകൾ വെച്ച് പുലർത്തിയവരായിരുന്നു. അവരുടെ ഓരോ കൃതികളിലും കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആക്ഷേപഹാസ്യമാണെങ്കിലും സാമൂഹ്യ പരിവർത്തനമാണെങ്കിലും എന്താണ് ഉദ്ദേശമെങ്കിലും അത് കൃത്യമായി വായിക്കുന്നവർക്ക് മനസ്സിലാവുന്ന വലിയ വലിയ ഗഹനങ്ങളായിട്ടുള്ള ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ പോലും സാധാരണക്കാരന് പോലും മനസ്സിലാവുന്ന രീതിയിലാണ് ഇവരെന്ത് ചെയ്തിട്ടുള്ളത്, തങ്ങളുടെ കവിതയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ 2 കവികൾക്കുമുള്ള സമാനതകളും അതുപോലെ തന്നെ വ്യത്യാസങ്ങളും ഒരുപാടുണ്ട്. പക്ഷെ സമാനതകളെന്ന് പറയുമ്പോൾ 2 കവികൾക്കും ഉണ്ടായിട്ടുള്ള ഗുണങ്ങളാണ് എന്താണ്? സാധാരണക്കാരൻ്റെ മനസ്സിലാവുന്ന ഭാഷയാണ്, വളരെ ലളിതമായ ഭാഷയാണ്, ഗഗനങ്ങളായിട്ടുള്ള സത്യങ്ങൾ അല്ലെങ്കിൽ അതുപോലെ തന്നെ ചരിത്രത്തിൻ്റെ ഭാഗങ്ങൾ, അതുപോലെ തന്നെ സാമൂഹ്യ പരിവർത്തനം ആക്ഷേപഹാസ്യത്തിലൂടെ അവതരിപ്പിക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ
ഓരോ ഭഗവത്ഗീത, രാമായണം തുടങ്ങിയിട്ടുള്ള മഹത് ഗ്രന്ഥങ്ങളുടെ ഇതിഹാസങ്ങളുടെയൊക്കെ പൊരുളുകൾ കൃത്യമായി മനസ്സിലാക്കി കൊടുക്കുക സാധാരണക്കാർക്ക്. അതുപോലെ തന്നെ സംസ്കൃതം അപ്രാപ്യമായിട്ടുള്ള സാധാരണ മനുഷ്യർക്ക് അപ്പോൾ അതിലെഴുതിയിട്ടുള്ള കൃതികളുടെ അല്ലെങ്കിൽ ഗ്രന്ഥങ്ങളുടെ ആശയം മനസ്സിലാക്കി കൊടുക്കുക. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ രണ്ട് കവികൾക്കുമുണ്ട്. അപ്പോൾ കുഞ്ചൻ നമ്പ്യാരെക്കുറിച്ചും എഴുത്തച്ഛനെക്കുറിച്ചും നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഞാൻ ഇവർ രണ്ടുപേരുടെയും ഭാഷാപരമായിട്ടുള്ള പ്രത്യേകതകളും എഴുത്തിൻ്റെ സ്വാധീനവും അവരുടെ കൃതികളുടെ സവിശേഷതകളുമൊക്കെ കൃത്യമായി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായി ഇത് മനസ്സിലാക്കി വെക്കുക. ഇനി ഇവിടെ ഒരു പോസ്റ്റർ കൊടുത്തിട്ടുണ്ട്, ഒരു കാർട്ടൂൺ കൊടുത്തിട്ടുണ്ട്. ബിച്ചു എൻ വർക്കലയുടെ അളിയ നീ UK പോയി മഞ്ഞ് വാരി കളിക്കുന്ന സ്റ്റാറ്റസ് കണ്ടു. എനിക്കും UK വരണം. നീ എന്ത് പഠിച്ചിട്ടാ അവിടെ എത്തിയത്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അത് പഠിച്ചാൽ അവിടെ ജോലി കിട്ടുമോ? ജോലി കിട്ടുമെന്നറിയില്ല. UK കാനഡയിലോ നിൽക്കുന്ന സ്റ്റാറ്റസ് ഇടാം, ഒരു മനസ്സുഖം. അപ്പോൾ ഇവിടെ നോക്കുക, എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പഠിച്ചതിന് ശേഷം UK പോയി ജോലി ചെയ്യുന്നു എന്നാണ് ഈ സുഹൃത്ത് ചിന്തിക്കുന്നത്. പക്ഷേ സത്യത്തിൽ എന്താണ്, നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി AI വഴി ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, ഈ AI കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ തീർച്ചയായും നിങ്ങൾക്ക് വരും. ഈ പ്രയാണം എന്ന കവിതയെ അതുപോലെ തന്നെ ഈ ബത്തേരിക്കടുത്ത് മലങ്കര എന്ന ഒരു പാഠഭാഗത്തെയും അടിസ്ഥാനമാക്കി കുറേ ക്വസ്റ്റ്യൻസ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായും മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതിലെന്താണ്, ഇവിടെ ഞാൻ അനേകരാണ്, ഈ മലങ്കര എൻ വൻകരയുമാണ്, ബത്തേരിക്കടുത്ത് മലങ്കരയിൽ. കാർട്ടൂണിലും കാവ്യഭാഗത്തും തെളിയുന്ന സാമൂഹ്യ വിമർശനത്തോട് പ്രതികരിച്ച് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ തീർച്ചയായും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു, അല്ലെങ്കിൽ എത്രത്തോളം നമ്മളെ അത് സ്വാധീന വലയിലാക്കി കഴിഞ്ഞു, അതിൻ്റെ ഗുണങ്ങളെന്ത്, ദോഷങ്ങളെന്ത്, അത് കൃത്യമായി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മളെ എങ്ങനെ സ്വാധീനിക്കുന്നു, നമ്മുടെ സംസ്കാരത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു, ഭാഷയെ എങ്ങനെ സ്വാധീനിക്കുന്നു, മനുഷ്യത്വത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു, നമ്മുടെ പ്രവർത്തികളെ എങ്ങനെ സ്വാധീനിക്കുന്നു, ഇത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. കാരണം ഇതിൽ നിന്നൊരു ചോദ്യം ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു സാമൂഹ്യ വിമർശനം മനസ്സിൽ വെച്ച് വേണം ഇതിന് പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഇനി 9ാമത്തെ ചോദ്യമാണ്. അതിൽ ഓപ്ഷൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻ എ, മനുഷ്യൻ, ഞാൻ, ഇവയിൽ മനുഷ്യനാണ് മുൻഗണനയെന്ന് നീ എൻ്റെ മനസ്സിൽ സ്ഥിരമായി കയറ്റിവെച്ച തത്വമല്ലേ? ഈ നിയമത്തെ ലംഘിക്കാൻ എനിക്ക് കഴിയില്ല. ഈ നിയമത്താൽ എന്നെ കെട്ടിയിട്ടിരിക്കുകയല്ലേ നരബലി. കമ്പ്യൂട്ടറിൻ്റെ ഈ ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ഉണർത്തുന്ന ചിന്തകൾ എന്തെല്ലാം? കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഇവിടെയും ഈ കമ്പ്യൂട്ടർ മനുഷ്യൻ്റെ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യം ചെലുത്തുന്നുണ്ട്, അല്ലെങ്കിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്, മനുഷ്യനും ഒരു കമ്പ്യൂട്ടറും തമ്മിൽ ഇരിക്കുമ്പോൾ അവിടെ എന്തൊക്കെ വ്യത്യാസങ്ങളാണ്, സാമ്യങ്ങളാണ് ഉണ്ടാകുക, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഒരു മനുഷ്യനായി മാറുന്ന അവസ്ഥയിൽ എന്തൊക്കെ ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ തരണം ചെയ്തു പോകേണ്ടത്, എന്തൊക്കെ പ്രതിസന്ധികൾ നമുക്ക് നേരിടേണ്ടി വരും. അപ്പോൾ ഇവിടെ മനുഷ്യൻ, ഞാൻ, ഇവയിൽ മനുഷ്യനാണ് മുൻഗണന എന്ന് നീ എൻ്റെ മനസ്സിൽ സ്ഥിരമായി കയറ്റി വെച്ചതല്ലേ എന്ന് കമ്പ്യൂട്ടർ ചോദിക്കുകയാണ്. അപ്പോൾ കമ്പ്യൂട്ടർ നരേഷിനോട് ചോദിക്കുന്ന ഈ ചോദ്യത്തിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും? അവിടെ ഒരു ചട്ടക്കൂടുണ്ട്. എത്രയൊക്കെ ആണെങ്കിലും മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെ കമ്പ്യൂട്ടറിന് ചിന്തിക്കാൻ കഴിയില്ല. കമ്പ്യൂട്ടർ എപ്പോഴും എന്താണ്, മനുഷ്യൻ നിർമ്മിതമാണ് കമ്പ്യൂട്ടർ. പക്ഷേ ഒരു ഘട്ടത്തിൽ എന്ത് ചെയ്യും, ഈ മനുഷ്യനെ പോലും അപകടത്തിലാക്കുന്ന വിധത്തിൽ ഈ കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനങ്ങൾ മനുഷ്യ മനസ്സിനെ പോലും കീഴടക്കുന്ന രീതിയിലായി തീർന്നിട്ടുണ്ട്, അല്ലെ അതിന് ചുറ്റുമായി തീർന്നിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ കമ്പ്യൂട്ടർ പരിഹസിക്കുന്നത്, ഈ നരബലിയെ വെച്ച് പരിഹസിക്കുന്നത് എന്തുകൊണ്ടാണ്? മനുഷ്യൻ്റെ ചിന്ത അത്രത്തോളം അതപ്പതിച്ചു പോയി എന്ന് പലപ്പോഴും ഈ ശാസ്ത്ര പുരോഗമനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ശാസ്ത്രം പുരോഗമിക്കുമ്പോഴും മനുഷ്യൻ ഇപ്പോഴും എന്താണ്, അവൻ അന്ധവിശ്വാസങ്ങളിലും മറ്റും ആചാരങ്ങളിലുമൊക്കെ അധിഷ്ഠിതമായി അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുകയാണ് എന്ന് ആക്ഷേപഹാസ്യ രൂപേണയാണ് പറയുന്നത്. എത്ര തന്നെയാണെങ്കിലും മനുഷ്യൻ എത്രത്തോളം പുരോഗമിച്ചാലും അവൻ്റെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒന്നും പലപ്പോഴും അവനെ വിട്ടു പോകുന്നില്ല, അല്ലെങ്കിൽ അതിൽ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോഴും അവൻ ജീവിക്കുന്നത് എന്നൊരു ധ്വനിയും കൂടെ ഈ ഒരു പാഠഭാഗത്ത് വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ വേണം കമ്പ്യൂട്ടറിൻ്റെ ഈ ചോദ്യത്തെ നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി മനസ്സിലാക്കി ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട്, കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത ചോദ്യം, ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ സംസാരിക്കുന്നത് വളരെ കുറച്ച് മാത്രമാണ്. സംഭവങ്ങളുടെയും അനുഭവങ്ങളുടെയും ദൃക്സാക്ഷിയായി ക്യാമറ ഇടപെടലുകൾ ഒന്നും നടത്താതെ പിന്തുടരുക മാത്രം ചെയ്യുന്നു. കൃത്രിമ സംഗീതത്തിൻ്റെ വെച്ചുകെട്ടലുകൾ പോലും ശുദ്ധ സിനിമയ്ക്ക് അനാവശ്യമാണെന്ന് ഈ സിനിമ പ്രഖ്യാപിക്കുന്നു.
തേൻ സിനിമയുടെ സവിശേഷതകളെക്കുറിച്ചുള്ള ഈ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കണ്ട ഏതെങ്കിലും ഒരു സിനിമ വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഇതും ഇങ്ങനെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. തേൻ എന്ന സിനിമയിൽ നമുക്കറിയാം കഥാപാത്രങ്ങൾ യൂസഫും മകനും തമ്മിലുള്ള ആ ഒരു അച്ഛനും തമ്മിലുള്ള ആ രണ്ട് കഥാപാത്രങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ കൂടി പോകുന്ന സന്ദർഭങ്ങൾ, ഓരോ പ്രവർത്തനങ്ങൾ, അവരുടെ ജീവിത അനുഭവങ്ങൾ. അപ്പോൾ അത് കൃത്യമായിട്ട്, അതായത് ഒരു കാടിൻ്റെ പശ്ചാത്തലത്തിൽ ആ കാടിൻ്റെ വന്യതയെ, അല്ലെങ്കിൽ ആ കാടിൻ്റെ സുരക്ഷിതത്വത്തെ, അല്ലെങ്കിൽ ആ കാടിൻ്റെ മനോഹാരിതയെ ഒക്കെ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ഒരു സിനിമയിൽ, അതായത് ഈ തേൻ എന്ന സിനിമയിൽ യാതൊരുവിധ വെച്ചുകെട്ടലുകളോ കൃത്രിമ സംഗീതമോ ഒന്നുമില്ല. അനുഭവങ്ങളും സംഭവങ്ങളും ഒക്കെ ഒരു ദൃക്സാക്ഷി പോലെ ക്യാമറ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അതായത് വേറൊരു ഇടപെടലുകളും ഇല്ലാതെ ഒരു ജീവിതം അങ്ങ് ജീവിക്കുന്ന പോലെയാണ് ഈ ഒരു സിനിമ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു ശുദ്ധ സിനിമയ്ക്ക് ആവശ്യമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ പലതരത്തിലുള്ള വ്യാവസായിക സിനിമ എടുക്കുമ്പോൾ ഇങ്ങനെയുള്ള സിനിമകൾ അപ്രത്യക്ഷമാവുകയാണ്. ചിലപ്പോഴെങ്കിലും നമുക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നഷ്ടമാകുമ്പോൾ ചിലപ്പോഴെങ്കിലും ഇതുപോലെയുള്ള ശുദ്ധമായിട്ടുള്ള സിനിമകൾ, അല്ലെങ്കിൽ മനസ്സിനെ തൊട്ടുണർത്തുന്ന, നമ്മുടെ ജീവിതത്തോട് അടുത്ത് വെക്കാവുന്ന, വെച്ചുകെട്ടലുകളൊന്നുമില്ലാത്ത സിനിമകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നിങ്ങൾ അത്തരത്തിൽ കണ്ട ഏതെങ്കിലും ഒരു സിനിമയെ വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി 10-11 ചോദ്യങ്ങൾക്ക് ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 7 മാർക്കാണ്. അപ്പോൾ 7 മാർക്കാകുമ്പോൾ നിങ്ങൾ 1.5 പുറം, അതായത് ഒരു പേജിൻ്റെ ഒരു സൈഡും അതിൻ്റെ മറു സൈഡിൻ്റെ അരപ്പുറവും, ഹാഫ് വരെയും എഴുതാൻ ശ്രമിക്കുക. അത്രയെങ്കിലും എഴുതാൻ ശ്രമിക്കുക. അതായത് ഒരു പേജ് ഫുൾ എഴുതിയാലും 2 പുറം എഴുതിയാലും കുഴപ്പമില്ല. അത്രയെങ്കിലും എഴുതാൻ ശ്രമിക്കുക. 10ാമത്തെ ചോദ്യമാണ്. 10ഉം 11ഉം ചോദ്യത്തിൽ 7 മാർക്കിൻ്റെ ചോദ്യം. 10ാമത്തെ ചോദ്യം: ഇനിയും അച്ഛനെ നേരിട്ട് കാണാൻ സാധിച്ചിട്ടില്ല, കണ്ടെത്താൻ ശ്രമിക്കുന്നു. തൻ്റെ സർവസ്വമായിരുന്ന അമ്മയെ മറവ് ചെയ്ത ഗ്രാമത്തിൽ നിന്ന് ഇറങ്ങി തിരിച്ചപ്പോൾ നരേന്ദ്രൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി. നരേന്ദ്രൻ ആ മനുഷ്യനെ നാളിതുവരെ കാണാത്ത മട്ടിൽ തുറച്ചു നോക്കി. മുരിങ്ങാമരത്തോപ്പ്. സൂചനകളും കഥയും വിശകലനം ചെയ്ത് നരേന്ദ്രൻ എന്ന കഥാപാത്രത്തിന് നിരൂപണം ചെയ്യുക. അപ്പോൾ മുരിങ്ങാമരത്തോപ്പ് എന്ന പാഠഭാഗത്തിലെ പ്രധാന കഥാപാത്രമാണ് നരേന്ദ്രൻ. തൻ്റെ അമ്മയെ പറ്റിച്ച് കടന്നു കളഞ്ഞ മലയാളിയായിട്ടുള്ള സുബൈദാറായിട്ടുള്ള തൻ്റെ അച്ഛനെ, പടളക്കാരനായിട്ടുള്ള തൻ്റെ അച്ഛനെ തപ്പി ഇറങ്ങുന്ന കഥാപാത്രമാണ് നരേന്ദ്രൻ. അപ്പോൾ നരേന്ദ്രൻ അമ്മ പറഞ്ഞു തന്നിട്ടുള്ള ഓർമ്മകളിൽ, അല്ലെങ്കിൽ ആ ഒരു അമ്മയുടെ ഓർമ്മകളിലുള്ള, അമ്മ പറഞ്ഞു തന്നിട്ടുള്ള വാക്കുകളിലുള്ള ഒരു അച്ഛനെ മാത്രമേ ഈ നരേന്ദ്രൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അച്ഛൻ മലയാളിയാണ് എന്നും കേരളത്തിലാണ് താമസിക്കുന്നതും ചേറ്റുവ മണപ്പുറത്താണ് അച്ഛൻ്റെ വീടെന്നും അച്ഛൻ്റെ രൂപഭാവങ്ങളും കണ്ണുകളുടെ പ്രത്യേകതകളൊക്കെ മാത്രമേ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ മുരിങ്ങാമര തോപ്പുകൾ ഒരുപാടുള്ള സ്ഥലമാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അല്ലാതെ ഈ അച്ഛനെ ഒരു തവണ പോലും നരേന്ദ്രൻ കണ്ടിട്ടില്ല. അപ്പോൾ അച്ഛനെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഒരു ബുദ്ധഗയയിൽ വെച്ച് ഒരു സന്യാസി പറഞ്ഞനുസരിച്ച് കേരളത്തിലേക്ക് പുറപ്പെടുകയാണ് നരേന്ദ്രൻ. അങ്ങനെ അവസാനം അമ്മയെ പിരിഞ്ഞ്, തൻ്റെ എല്ലാമായിരുന്ന അമ്മയെ മറവ് ചെയ്ത ശേഷം അച്ഛനെ അന്വേഷിച്ച് അച്ഛൻ്റെ ഗ്രാമത്തിലേക്ക് വരികയാണ്. അവസാനം അച്ഛനെ കാണുന്നുണ്ട്. പക്ഷെ അച്ഛനെ കാണുമ്പോൾ തൻ്റെ ലക്ഷ്യപ്രാപ്തി നേടി എന്ന് തിരിച്ചറിയുകയും അത് ഭൗതികമായൊരു ലക്ഷ്യപ്രാപ്തിയാണ്, അല്ലെങ്കിൽ മോക്ഷമാണ് എന്ന് തിരിച്ചറിഞ്ഞ നരേന്ദ്രൻ എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തോട് ഒന്നും പറയുന്നില്ല, ഒരു സലാം പറഞ്ഞ് പിരിയുകയാണ്. അച്ഛനോട് പ്രതികാരം ചെയ്യണമെന്ന് ആലോചിച്ച് നടന്നിരുന്ന മകനാണ്, പക്ഷെ അതൊന്നും ചെയ്യാതെ പിരിയുകയാണ്. അപ്പോൾ ഈ സൂചനകളൊക്കെ വെച്ചിട്ട് വേണം നരേന്ദ്രൻ്റെ ഈ അവസ്ഥ, നരേന്ദ്രൻ്റെ സ്വഭാവം, നരേന്ദ്രൻ എങ്ങനെയാണ് പെരുമാറിയിരുന്നത്, നരേന്ദ്രൻ്റെ പശ്ചാത്തലം, നരേന്ദ്രൻ അച്ഛനോട് എങ്ങനെയാണ് പ്രതികാരം ചെയ്യാനിരുന്നത്, പക്ഷെ അച്ഛനെ കണ്ട മാത്രമേ തോന്നിയ കാര്യങ്ങൾ, ഇതെല്ലാം വെച്ചിട്ട് എന്ത് ചെയ്യുക? ഒരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. ഞാൻ നരേന്ദ്രൻ്റെ കഥാപാത്ര നിരൂപണം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതില്ലാത്തവർ തീർച്ചയായും ആ ഒരു കഥാപാത്ര നിരൂപണം കൂടി കണ്ടെത്തി മനസ്സിലാക്കേണ്ടതാണ്. ഇനി അടുത്ത ചോദ്യം, 11ാമത്തെ ചോദ്യം: എവിടെ നോക്കിയാലും ഒരു തരി മണ്ണ് പോലും കാണാൻ കഴിയില്ല, പല നിറങ്ങളിലുമുള്ള ടൈലുകൾ മാത്രം. ബംഗ്ലാവിൻ്റെ പുറകിൽ കൂറ്റൻ മരങ്ങളും അധികകാലം അവിടെ നിന്നില്ല. മണ്ണും മനുഷ്യനും. പ്രകൃതി സൗഹൃദപരമല്ലാത്ത ഇടപെടലുകൾ മനുഷ്യൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകും. സൂചനകളും പ്രസ്താവനയും കഥയും വിശകലനം ചെയ്ത് മനുഷ്യനും പ്രകൃതിയും എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ ഒരു പാഠഭാഗത്ത് നമ്മൾ ഈ ഒരു കേരള പാഠാവലിയിൽ മുഴുവനുമായി നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്
മാതൃഭാഷയുടെ പ്രാധാന്യം, മാതൃഭാഷ ഇപ്പോൾ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നതിൻ്റെ പ്രത്യാഘാതങ്ങൾ, അങ്ങനെ മാതൃഭാഷയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളത്. പിന്നെയുള്ളത് ഈ പ്രകൃതിയുമായി ചേർന്ന് നിൽക്കുന്ന, പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിൻ്റെയൊക്കെ പ്രാധാന്യമാണ്. പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കടന്നുകയറ്റം. ഈ 3 വിഷയങ്ങളെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, മുൻനിർത്തി പഠിച്ചു വെക്കേണ്ടത്. അപ്പോൾ ഇവിടെ പ്രകൃതിയും മനുഷ്യനും, അല്ലെങ്കിൽ മനുഷ്യൻ പ്രകൃതിയോട് എത്രത്തോളം അടുത്ത് നിൽക്കേണ്ടവനാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി വേണം നിങ്ങൾ ഈ ഒരു വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കേണ്ടത്. പ്രഭാഷണം എന്നത് പ്രസംഗമല്ല, പ്രഭാഷണം എന്നത് വിളിച്ചു വരുത്തുന്ന ഒരു സദസ്സിന് മുമ്പിൽ നമ്മൾ ആധികാരികമായി സംസാരിക്കേണ്ടതാണ്. വിഷയം മുൻകൂട്ടി തരുന്നതാണ് പ്രഭാഷണം. പ്രസംഗം എന്നത് മുൻകൂട്ടി തരുന്നതല്ല. അപ്പോൾ അത്രത്തോളം ആധികാരികമായിട്ട് വേണം പ്രഭാഷണം തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അതായത് ഈ സുവിശേഷ പ്രസംഗമൊക്കെ പോലെയാണ് പ്രസംഗം എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഈ പ്രകൃതി സൗഹൃദപരമല്ലാത്ത ഇടപെടലുകളൊക്കെ മനുഷ്യൻ്റെ നിലനിൽപ്പിന് ഭീഷണി ആകുമെന്നതും, മരങ്ങളും മറ്റും മുറിച്ച് മാറ്റുന്നതും, മണ്ണ് ഒരു സ്ഥലത്തും ഒരു തരി മണ്ണ് പോലും എവിടെയും കാണാൻ കഴിയുന്നില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുൻനിർത്തി എത്രത്തോളം നമ്മൾ പ്രകൃതിയിൽ നിന്ന് അകന്നു പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പ്രകൃതിക്ക് നമ്മൾ ദോഷകരമായി മാറുന്നത്, അതെങ്ങനെയാണ് നമുക്ക് തിരിച്ചടിയായി മാറുന്നത്, പ്രകൃതിയെ നമ്മൾ ഉന്മൂലനം ചെയ്യുമ്പോൾ നമ്മൾ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികൾ അല്ലെങ്കിൽ നമ്മൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ കൂട്ടി വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യത്തിൽ പ്രഭാഷണം തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇതിങ്ങനെ ഒരു ചോദ്യം തീർച്ചയായും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. പ്രകൃതിയുടെ ഈ ഒരു ഉന്മൂലനം അല്ലെങ്കിൽ നമ്മൾ ശോഷണം ചെയ്യുക അല്ലെങ്കിൽ പ്രകൃതി ചൂഷണം, ഇതിനെയൊക്കെ മുൻനിർത്തി ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇനി ബി ക്വസ്റ്റ്യൻ, ആശയം, പ്രയോഗഭംഗി, കാലിക പ്രസക്തി, ആസ്വാദന അംശങ്ങൾ എന്നിവ പരിഗണിച്ച് കവിതയ്ക്ക് ആസ്വാദനം തയ്യാറാക്കുക. ഗാസയിലെ അമ്മയാണ് കവിതയുടെ പേര്. ഞാൻ ഗാസയിലെ അമ്മ, മിസൈലുകളുടെ മൂളലിൽ കരച്ചിൽ മുങ്ങിയപ്പോൾ ബോംബുകളുടെ പുകയിൽ കണ്ണ് കാണാതായവൾ. ഞാൻ ഗാസയിലെ അമ്മ, ചോരയിൽ കുളിച്ച കുഞ്ഞുമായി അവർ ബോംബിട്ടു തകർത്ത ആശുപത്രിയിലേക്ക് ഓടുന്നവൾ, വഴിയിൽ തടഞ്ഞു നിർത്തി മാന്തി കീറപ്പെട്ടവൾ. ഞാൻ ഗാസയിലെ അമ്മ, സൂര്യനും ചന്ദ്രനും കെട്ടുപോയവൾ, മരണങ്ങൾ കണ്ടു മരവിച്ചവൾ, കടലിലും കരയിലും അഭയമില്ലാത്തവൾ, കൂട് തകർന്ന കിളിയെപ്പോലെ നാരുകൾ തേടി പറക്കുന്നവൾ. സച്ചിദാനന്ദൻ്റെ കവിതയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതെന്താണ്, ഒരു യുദ്ധക്കെടുതിയെക്കുറിച്ചാണ്, അല്ലെങ്കിൽ യുദ്ധം എത്രത്തോളം അനീതി വരുത്തി വെക്കുന്നു, നാശം സംഭവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ കവിതയിൽ പറയുന്നത്. ഗാസയിലെ അമ്മ, അതായത് മിസൈലുകൾക്ക് മുന്നിൽ തൻ്റെ ജീവിതം നശിച്ചു പോയ, അല്ലെങ്കിൽ തൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു പോയ, ചോരയിൽ കുളിച്ച ഒരു കുഞ്ഞുമായി ബോംബിട്ട് തകർത്ത, അവർ തന്നെ ബോംബിട്ട് തകർത്ത ഒരു ആശുപത്രിയിലേക്ക്, ഭീകരർ ബോംബിട്ട് തകർത്ത ഒരു ആശുപത്രിയിലേക്ക് പോകുമ്പോൾ തൻ്റെ മാനവും ഒക്കെ നഷ്ടപ്പെട്ടു പോവുകയും തൻ്റെ ജീവിതം മുഴുവൻ ഇല്ലാതായി പോവുകയൊക്കെ ചെയ്യുന്നതാണ് ഇതിൻ്റെ ആശയം. അപ്പോൾ നിങ്ങൾ ആശയം ഏതൊരു കവിത തന്നാലും നിങ്ങൾക്ക് പഠിക്കാനുള്ള കവിതയാവില്ല തരിക, ഏതെങ്കിലും ഒരു കവിത തരിക. അപ്പോൾ നിങ്ങൾ 2-3 വട്ടം വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ആശയം പിടികിട്ടും. അപ്പോൾ അതിൻ്റെ ആശയം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. പിന്നെ അതിൻ്റെ പ്രയോഗഭംഗി നോക്കുക. നമുക്ക് സാധാരണക്കാർക്ക് പോലും മനസ്സിലാവുന്ന രീതിയിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ കാലിക പ്രസക്തി നമുക്കറിയാം, ഇപ്പോൾ എന്ത് നടക്കുകയാണ്, യുദ്ധം നടക്കുകയാണ് അല്ലേ. അപ്പം ഇങ്ങനെ യുദ്ധങ്ങൾ എത്രത്തോളം ആപത്കരമാണ് മനുഷ്യജീവനും അതുപോലെ തന്നെ പ്രകൃതിക്കും മാനുഷിക ബന്ധങ്ങൾക്കുമൊക്കെ, ഈ ലോകത്തിന് തന്നെ നിലനിൽപ്പിന് യുദ്ധം എത്രത്തോളം ഭീഷണി ഉണ്ടാക്കുന്നു എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക. അപ്പോൾ ആസ്വാദന അംശങ്ങൾ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ആശയവും അതുപോലെ തന്നെ മനുഷ്യന് എത്രത്തോളം ഇതൊരു മനുഷ്യന് എത്രത്തോളം അതിൽ സ്വാധീനം ചെലുത്തുന്നു, ആ ആശയങ്ങൾ മനുഷ്യ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നു, അപ്പോൾ എപ്രകാരമാണ് മനുഷ്യനെ അത് മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചേർത്ത് വേണം ഈ ഒരു, അതുപോലെ അതിൻ്റെ ഭാഷ, അതിലുപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ, ഇതെല്ലാം ഉൾപ്പെടുത്തി വേണം ഇതിനൊരു ആസ്വാദനം തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു കവിതയ്ക്ക് ആസ്വാദനം തയ്യാറാക്കേണ്ടത് എങ്ങനെയാണ്, നമുക്ക് തന്നിട്ടുള്ള കവിതയാണെങ്കിലും നമുക്ക് അറിയത്തില്ലാത്ത പുതിയൊരു കവിതയാണെങ്കിലും എങ്ങനെയാണ് ആസ്വാദനം തയ്യാറാക്കേണ്ടതെന്ന് ഞാൻ കൃത്യമായൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും ആസ്വാദനം തയ്യാറാക്കേണ്ടത്, കവിതയുടെ ആസ്വാദനം തയ്യാറാക്കേണ്ടത് എങ്ങനെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് കവിതയുടെ ആശയം. ഇത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ആസ്വാദനക്കുറിപ്പ് കൃത്യമായി തയ്യാറാക്കുക. അപ്പോൾ ഇങ്ങനെയായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക. അപ്പോൾ എല്ലാ പാഠഭാഗത്തിൻ്റെ ആശയം, കവിതകളുടെ ആസ്വാദനം, ഇതെല്ലാം കൃത്യമായി പഠിച്ചിട്ട് പോവുക. ടെക്സ്റ്റ് ബുക്ക് നല്ലതുപോലെ വായിക്കുക. അതുപോലെ തന്നെ ഗ്രാമർ ക്വസ്റ്റ്യൻസും ഒക്കെ, സന്ധി അതുപോലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കുക. വാക്യങ്ങൾ ഒന്നിച്ചെഴുതാനും അതുപോലെ പിരിച്ചെഴുതാനും ഒക്കെ ഉള്ളത് കൃത്യമായി മനസ്സിലാക്കി വെക്കുക. വാക്കുകളുടെ അർത്ഥങ്ങളൊക്കെ അത്യാവശ്യം എല്ലാം നോക്കി വെച്ചിട്ട് തന്നെ പോവുക. കഥാപാത്ര നിരൂപണങ്ങൾ കൃത്യമായി എല്ലാം തന്നെ പഠിക്കുക.
നമുക്ക് പ്രാധാന്യമില്ല എന്ന് തോന്നുന്ന കഥാപാത്ര നിരൂപണങ്ങളായിരിക്കും വരിക. അപ്പോൾ എല്ലാ കഥാപാത്രത്തെക്കുറിച്ചും അത്യാവശ്യം നിങ്ങൾക്കൊരു ഗ്രാഹ്യം ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയും ചെയ്തിട്ട് വേണം നിങ്ങൾ പരീക്ഷാ ഹാളിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട്.